ഒടുവിൽ പാലാ മുനിസിപ്പാലിറ്റി വീണ്ടും മാണി ഗ്രൂപ്പിന്റെ ചെയർമാനെ കുടിയിരുത്തി. UDFന്റെ അനായാസ വിജയം സ്വപ്നം കണ്ട് നടന്നിരുന്ന വികാരജീവികൾ മുഴുവൻ പുരയ്ക്കകത്ത് കയറി കഥ കടച്ചിരിക്കുവാണ്. ചിലരെങ്കിലും ഒരുപാട് ദിവാസ്വപ്നങ്ങൾ കണ്ടിരുന്നു. 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി വന്ന പുഷ്പം പോലെ പാലായിൽ ജയിക്കുന്നതും സ്വപ്നം കണ്ട് അതിനുവേണ്ടി മാണി ഗ്രൂപ്പിനെ പിളർത്താൻ നടത്തിയ ശ്രമമാണ് പൂസിപ്പോയത്. 26 അംഗങ്ങളുള്ള കൗൺസിലിൽ 25 പേരും വോട്ടെടുപ്പിൽ പങ്കെടുത്തു. വിദേശത്തായിരുന്ന ഒരംഗത്തിന് വോട്ടെടുപ്പിൽ പങ്കെടുക്കുവാൻ സാധിച്ചില്ല. മുൻപ് വന്ന അവിശ്വാസ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി അവർ അടിയന്തരമായി പാലായിൽ പറന്നിറങ്ങി അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് അവിശ്വാസത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത് തിരികെ പോയി. വോട്ട് ചെയ്ത് 25 പേരിൽ 16 പേരും ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. അങ്ങനെ വിള്ളലുണ്ടാക്കാമെന്ന പ്രതീക്ഷയോടെ കാത്തിരുന്ന UDFിലെ നിയമസഭാ സ്ഥാനാർത്ഥി മോഹികൾ അക്ഷരാർത്ഥത്തിൽ നാണം കെട്ട് മാളത്തിൽ കയറി ഒളിച്ചു. ഇടതുമുന്നണി തീരുമാനപ്രകാരം കഴിഞ്ഞ മാസം രാജിവെച്ച് സ്ഥാനമൊഴിയേണ്ടിയിരുന്ന അന്നത്തെ മുനിസിപ്പൽ ചെയർമാൻ സ്വമേധയാ രാജിവെക്കാതിരിക്കാൻ കാണിച്ച പരാക്രമമാണ് പാലാ മുനിസിപ്പാലിറ്റി ലോകശ്രദ്ധ നേടിയത്. UDFിലെ ബുദ്ധിശൂന്യരായ ഉപദേശകർ തുരുത്തനെ രാജിവെപ്പിക്കാതിരിക്കാൻ അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും അതിന്റെ പരാജയത്തോടു കൂടി തുരുത്തനെ സ്ഥാനമുറപ്പിച്ച് 6 മാസം കൂടി ആ കസേരയിൽ ഇരുത്താമെന്നായിരുന്നു അവരുടെ കണക്കൂട്ടൽ. എന്നാൽ ഇടതുമുന്നണിയിലെ മുതിർന്ന നേതാക്കൾ ഒരുമിച്ച് കൂടി അവിശ്വാസത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന് UDF നേതാക്കന്മാർ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല. മാത്രമല്ല, ചെയർമാൻ മരണകാരണമായ രോഗതുല്യനായി ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. വിദേശത്തുണ്ടായിരുന്ന ഭരണകക്ഷി അംഗം സ്ഥലത്ത് വരാതിരിക്കുകയും CPMന്റെ ബാനറിൽ ജയിച്ച ജോസ് കെ മാണി വിരോധിയെയും കൂട്ടാളിയെയും മാറ്റി നിർത്താൻ സാധിക്കുന്നതോടെ പദ്ധതി പൂർണ്ണമായും വിജയിക്കുമെന്നായിരുന്നു അവരുടെ മനക്കോട്ട. എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് വിദേശത്തുണ്ടായിരുന്ന കൗൺസിലർ കിട്ടിയ വിമാനത്തിൽ ചാടിക്കയറി പാഞ്ഞെത്തി പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു. അതോടുകൂടി UDFന്റെ തന്ത്രങ്ങൾ മുഴുവൻ പാടി. എന്നാൽ പുതിയ ചെയർമാൻ തെരഞ്ഞെടുപ്പിന് LDFന് വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തി. സംശയമുള്ളവർക്ക് അതാത് പാർട്ടികൾ വിപ്പ് കൊടുക്കുകയും അവരുടെ വോട്ടുകൾ ഉറപ്പിക്കുകയും ചെയ്തു. അങ്ങനെ വിദേശത്തായിരുന്ന CPI അംഗത്തിന്റെ ഒഴികെ മുഴുവൻ വോട്ടുകളും ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് ലഭിക്കുകയും മാണി ഗ്രൂപ്പിലെ തോമസ് പീറ്റർ പുതിയ ചെയർമാൻ ആവുകയും ചെയ്തു. ഏതായാലും മാണി ഗ്രൂപ്പിനെ ചുളുവൽ നാണം കെടുത്താമെന്ന് കരുതി മനപ്പായസം ഉണ്ടവർ മുഴുവൻ മാളത്തിൽ ഒളിക്കേണ്ടി വന്നു.